ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ്. 2024 ഏപ്രിൽ മാസം 14 വെളുപ്പിന് 3:21 മേടം രാശിയിലേക്ക് ആദിത്യൻ സംക്രമിക്കുന്നത്. ഈ സന്ദർഭത്തിൽ തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് വന്നുചേരാവുന്ന നേട്ടങ്ങളെക്കുറിച്ചും അഭിവൃദ്ധികളെക്കുറിച്ചുമൊക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗ്രഹമാണ് ആദിത്യൻ. ആ ആദിത്യൻ തൻ്റെ ഉച്ചരാശിയായ ഒരു ഗ്രഹത്തിന് ഉച്ചം, നീചം, മൂലത്രികോണം, സ്വക്ഷേത്രം, ബന്ധുക്ഷേത്രം, ശത്രുക്ഷേത്രം എന്നൊക്കെയുണ്ട്. മേടം രാശി പവർഫുള്ളായ ആദിത്യഗ്രഹത്തിൻ്റെ ഉച്ചരാശിയാണ്. ആ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്തെ അടിസ്ഥാനമാക്കിയാണ് വിഷുഫലം പറയുന്നത്. അത് ഒരു വ്യക്തിയുടെ ദശാകാലമോ ഗോചരഫലമോ ഒന്നും അത് ബാധകമല്ല. വിഷുഫലം ഒരു വർഷത്തേനുള്ള ഫലമാണ്. എത്ര കഷ്ടകാലമുള്ളവർക്കായാലും വിഷുഫലം നന്നായിരുന്നാൽ വളരെ നല്ലതാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണല്ലോ, ഒരു കൈനീട്ടം കിട്ടിയാൽ, നല്ല ആൾക്കാരിൽ നിന്ന് ഒരു കൈനീട്ടം കിട്ടിയാൽ എത്ര വിജയപ്രദമാണ്. അല്ലെങ്കിൽ നല്ല ഒരാൾ വന്നു 1-ാം തീയതി കയറി, കഷ്ടകാലങ്ങളൊക്കെ മാറി, അന്ന് മുതൽ നല്ല ഐശ്വര്യം. തിരിച്ചും പറയാറുണ്ട്, കൊള്ളുകയരാത്ത ആൾക്കാരിൽ നിന്ന് കൈനീട്ടം കിട്ടിയാൽ കയ്യിലിരുന്നതും കൂടെ പോയി. അല്ലെങ്കിൽ കൊള്ളുകയരാത്ത ആൾ 1-ാം തീയതി കയറി, ആ മാസത്തെ കാര്യങ്ങൾ എല്ലാം കുഴപ്പത്തിലായി. അത് നല്ല സമയമാണ് എങ്കിൽ പോലും അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് വിഷുഫലം ഈ തുലാം രാശിക്കാർക്ക് ഒരു വർഷത്തേന് അഭിവൃദ്ധിയുടെ സമയമാണ്. വ്യാഴത്തിൻ്റെ സ്ഥിതി, അതായത് ഇടവം രാശിയിലാണ് ഇപ്പോൾ വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. വ്യാഴം മാറുന്നു, ശനി മാറുന്നു. ശനി ഇപ്പോൾ മീനം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, മീനം രാശിയിലേക്ക് വരും. അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ആരോഗ്യപരമായിട്ട് വളരെയധികം മെച്ചം വരാൻ പോകുന്നു. ശ്രേയസ്സും യശസ്സും വർദ്ധിക്കും. അതുപോലെ ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ യോഗം. കടങ്ങളൊക്കെ വീടുന്നതിനുള്ള യോഗം. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി അവരവരുടെ സത്യസന്ധത തെളിയിക്കുക. കോടതിയിലായാലും സമൂഹത്തിലായാലും കുടുംബത്തായാലും തൊഴിൽ രംഗത്തായാലും ഒക്കെ ബാധകമാണ്. തൊഴിൽ രംഗത്തൊക്കെ ചില തെറ്റിദ്ധാരണകൾ മൂലം ഈ തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർ വിഷമിച്ച് നിൽക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. കുടുംബത്ത് ഒരു മാനാപമാനങ്ങളുമൊക്കെ മനസ്സറിയാത്ത കാര്യത്തിലാണെങ്കിൽ പോലും ഉണ്ടാകുക. കുടുംബാംഗങ്ങൾ പോലും വിശ്വസിക്കാതെ വരിക. അതുപോലെ സമൂഹത്തിലും അപ്രകാരം തന്നെ ഉണ്ടാകും. അത് തൊഴിൽ രംഗത്തും കൂടി ആകുമ്പോൾ ആകപ്പാടെ നമുക്ക് ഒരു സപ്പോർട്ടില്ലാതെ വന്നാൽ വളരെ പ്രയാസം. സമ്പത്ത് ഉള്ളവരുടെ കാര്യവും ബുദ്ധിമുട്ടാണ്. സമ്പത്തില്ലാത്തവരുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയുകയും വേണ്ടല്ലോ. കേസുകളൊക്കെ അങ്ങനെയാണ് വരുമ്പോൾ. അതൊക്കെ മാറി ഈ വിഷുവിന് ശേഷം ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുന്നതിനും അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകുന്നതിനും ഒരു ഗൃഹം വന്നു ചേരുന്നതിനും, ഭൂമി ഇല്ലാത്തവർക്കാണെങ്കിൽ ഭൂമിയും ഗൃഹവും കൂടി ഒന്നിച്ച് വന്നു ചേരുക, വാഹനം വന്നു ചേരുക, ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ യോഗമുണ്ട്. അതായത് സപ്തമഭാവത്തിൻ്റെ അധിപൻ്റെ സ്ഥിതി മാറി 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 വരുന്നു. അപ്പോൾ
ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുവാൻ പോകുന്ന ഒരു സമയം. സ്വന്തമായിട്ട് ഒരു ബിസിനസ്സോ പ്രസ്ഥാനമോ ഒക്കെ നടത്തിക്കൊണ്ടു പോന്നിരുന്നവർ, നഷ്ടം മൂലം അത് നിർത്തിയിട്ടിരുന്നവർക്ക് പുനരാരംഭിച്ച് പ്രവർത്തനം ആരംഭിക്കുവാൻ മനസ്സ് തോന്നുകയും പ്രവർത്തിച്ച് വിജയിപ്പിക്കുവാനും പറ്റുന്ന കാലമാണ്. അതിനുള്ള സമ്പത്ത് വന്നു ചേരുകയും ചെയ്യും. കടങ്ങളൊക്കെ വീടും, മുൻകാല കടങ്ങളൊക്കെ വീടുക. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതിനായിട്ട് ശ്രമിച്ചിട്ട് പല കാര്യങ്ങൾ തടസ്സപ്പെട്ട് കിടന്നിരുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറി വിദേശത്ത് പോകുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവിന് ശേഷം വന്നു ചേരുക. അതുപോലെ തന്നെ മറ്റ് കൃഷി രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും, വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കോ, കലാരംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ്. മെഡിക്കൽ രംഗത്ത് പഠിക്കുവാൻ പോയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് സ്വന്തം നാട് വിട്ട് പഠിക്കുവാൻ പോയിരിക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഒരു വർഷമാണ്. പേപ്പറുകളൊക്കെ കിട്ടാതെ ഉണ്ടെങ്കിൽ അത് കിട്ടുന്നതിനും പുരോഗതി വന്നു ചേരുന്നതിനും യോഗമുണ്ട്. ദൈവാധീനവും ഭാഗ്യവും ഒരുപോലെ വന്നു ചേരാൻ പോകുന്നു. ഇന്നലെ വരെ കണ്ടിട്ട് മുഖം തിരിച്ചു പോയവർ ഈ വിഷുവിന് ശേഷം ഒരു സഹായഹസ്തവുമായി വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. വളരെ ശ്രദ്ധയോടുകൂടി, ക്ഷമയോടുകൂടി വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ വരും കാലങ്ങളിലും സന്തോഷകരമായി ജീവിക്കുന്നതിന് ആവശ്യമായ സമ്പത്തും ഐശ്വര്യങ്ങളും ഈ വിഷുവിന് ശേഷം വന്നു ചേരുക തന്നെ ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പുരോഗതിക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കും. എല്ലാവർക്കും ഐശ്വര്യപൂർണവും സന്തോഷപ്രദവുമായ വിഷു ആശംസകൾ.